ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറെ അനുഗ്രഹങ്ങളാൽ ഈ പ്രഭാതം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തില് തമ്പുരാന്റെ സന്നിധിയിലായിരുന്നപ്പോൾ കിട്ടിയ തിരുവചനമാണ് നമ്മളിപ്പോൾ ഒന്ന് ധ്യാന വിഷയമാക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ശിമയോൻ ശിമയോനിതാ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രിയമുള്ളവരെ, ശിമിയോന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ഈശോ പറയുന്നത്. ഒന്ന് ചിന്തിച്ചേ, ശിമയോന്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി എൻ്റെ ഈശോ പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ലോകത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുമ്പോഴും നമ്മൾ ലോകത്തിൻ്റെതാകാതിരിക്കുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന കൂട്ടായ്മയിൽ, ആ ട്രിനിറ്റിയിൽ നമ്മളും ആയിരിക്കുന്നതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസാനം നമ്മുടെ വിശ്വാസം പോകാതിരിക്കാൻ, ക്ഷയിക്കാതിരിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓർത്തേ, നമ്മുടെ വിശ്വാസം ക്ഷയിക്കുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈശോയുടെ പ്രാർത്ഥനയല്ലേ പാഴായി പോകുന്നത്? ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നത് നമ്മുടെ തമ്പുരാന്റെ വലിയ ആഗ്രഹമാണ്. ചില സമയത്ത് നമ്മൾ പാപം ചെയ്തില്ലെങ്കിലും, നമ്മൾ ഒരു വിശുദ്ധമായൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിലും, നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റ് അളക്കുവാനായിട്ട് ദൈവം നമ്മളെ പിശാചിന്റെ ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കും. എന്നാൽ നമ്മുടെ ജീവന് മേൽ ഈശോയ്ക്ക് മാത്രമാണ് അധികാരം എന്ന് പിശാചിനോട് ഉറപ്പിച്ചങ്ങോട്ട് പറയും. പിശാചിനെ പരീക്ഷിക്കാൻ വിട്ടുകൊടുക്കുവാണെങ്കിലും ഈശോ തൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തിട്ട്, പിശാചിന് വിട്ടുകൊടുത്തിട്ട് പ്രാർത്ഥിക്കും. കാരണം എൻ്റെ മകൻ, എൻ്റെ മകള് ഈ പരീക്ഷണത്തിൽ തോറ്റുപോകരുത്. തോറ്റുപോയാൽ സ്വർഗസ്ഥനായ പിതാവാണ് തോറ്റുപോകുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെ സഹനങ്ങളുടെ മധ്യേ, അല്ലെങ്കിൽ ഞെരുക്കങ്ങളുടെ മുന്നിൽ ഞാനും നിങ്ങളും തോറ്റുപോയാൽ, നമ്മുടെ വിശ്വാസം ഉപേക്ഷിച്ചാൽ സ്വർഗം ദുഃഖിക്കും, നരകം ആഘോഷിക്കും. നരകത്തിന് സന്തോഷിക്കുവാനുള്ള വക എൻ്റെ ചിന്ത കൊണ്ടോ, എൻ്റെ വാക്കുകൊണ്ടോ, എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഇട്ടുകൊടുക്കാതിരിക്കുവാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കാം. എത്ര ഞെരുക്കമുണ്ടായാലും, എത്ര വലിയ മാരക രോഗമാണെങ്കിലും കർത്താവിനെതിരായി ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് വീഴില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ 3:17 പറയുന്നില്ലേ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. സമ്പത്തോ മക്കളോ വരുമാനമോ അല്ല, ദൈവമായ കർത്താവാണ് എൻ്റെ ബലമെന്ന് പറയാൻ തക്ക വിധം വിശ്വാസത്തിന്റെ ആ വലിയ ആഴം നമ്മൾ സ്വന്തമാക്കണം പ്രിയമുള്ളവരെ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കൃപ കിട്ടുന്നത്. റോമർ 16:20, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയുമെന്നുള്ള ആ വലിയ വിടുതലിന്റെ അഭിഷേകത്തിന്റെ വചനം ബലം നഷ്ടപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, തൻ്റെ ഇടത്തോടെ കർത്താവിന്റെ കരം പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. കണ്ണടച്ച് വലിയ ദാഹത്തോടെ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, ഗോതമ്പ് പാറ്റുന്നത് പോലെ പിശാച് എന്നെ ഈ കാലഘട്ടത്തില് വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടുത്തുമ്പോൾ വലിയ വിശ്വാസത്തിന്റെ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ജോബിനെ പോലെ എന്നെയും ഓർത്ത് സ്വർഗം അഭിമാനിക്കുന്ന ഒരു ദിവസത്തിനായി ഞാനും കാത്തിരിക്കുന്നു. സഹനങ്ങളിൽ നീ എൻ്റെ കൂടെയുണ്ടല്ലോ എന്ന ഒറ്റ ചിന്തയിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവെ, നീ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.